കൃഷിവകുപ്പിന്റെ സംസ്ഥാനത്തെ ഏക ഓറഞ്ച് ഫാമായ നെല്ലിയാമ്പതി ഗവൺമെന്റ് ഓറഞ്ച് ഫാമിന്റെ വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. ഫാമിലെ പ്രശ്നങ്ങളും വികസന കാര്യങ്ങളും ചർച്ച ചെയ്യാൻ മന്ത്രി നെല്ലിയാമ്പതിയിലെത്തി. വിനോദസഞ്ചാര മേഖലയായ നെല്ലിയാമ്പതിയിലെ സർക്കാർ ഓറഞ്ച് ഫാം സഞ്ചാരികൾക്ക് കൃഷിയറിവുകളും അനുഭവങ്ങളും പഠിക്കാനുള്ള കേന്ദ്രം കൂടിയായിരുന്നു. എന്നാൽ ഫാമിൽ നിന്നുള്ള വരുമാനം ഉയർത്താനോ കൃഷി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനോ നടപടിയില്ലെന്ന പരാതികളെ തുടർന്നാണ് കൃഷിമന്ത്രി പി പ്രസാദ് നെല്ലിയാമ്പതിയിലെത്തിയത്. 700 ഏക്കർ വിസ്തൃതിയുള്ള ഫാമിൽ പകുതിയോളം ഏക്കറിൽ മാത്രമേ കൃഷിയുള്ളൂ. സ്ഥിരം തൊഴിലാളികൾ ഉൾപ്പെടെ 150-ലധികം പേരും സൂപ്രണ്ട് ഉൾപ്പെടെ 10-ലധികം ജീവനക്കാരുമുണ്ട്. പരിപാലനത്തിലുണ്ടായ അപാകം മൂലം മിക്ക കൃഷിയും പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നു. നഷ്ടം കുറച്ച് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ടെന്ന് കൃഷിമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗം അഭിപ്രായപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെ കേര പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓറഞ്ച് ഫാമിനായുള്ള മാസ്റ്റർ പ്ലാൻ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നെല്ലിയാമ്പതി ഉൽപ്പന്നങ്ങൾ ലഭ്യമാണെങ്കിലും വിലയിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. നെല്ലിയാമ്പതി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനായി മാത്രം പുതിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒരുക്കും. ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായി വില നിശ്ചയിച്ച് വിപണി ഉറപ്പാക്കി വരുമാനം വർദ്ധിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. തൊഴിലാളികളുടെ അർപ്പണ മനോഭാവമില്ലായ്മയാണ് തോട്ടം മേഖലയെ തകർച്ചയിലേക്ക് നയിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഫാമിന്റെ ഒരു വർഷത്തെ വരവ് 46 ലക്ഷമാണെങ്കിൽ ചിലവിനത്തിൽ 1,33 ലക്ഷം രൂപ കണ്ടെത്തേണ്ട സ്ഥിതിയുണ്ടെന്നും ഇതിൽ മാറ്റമുണ്ടാക്കുന്ന പദ്ധതികളാണ് നടപ്പിലാക്കുകയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആദ്യമായിട്ടാണ് കേരളത്തിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ രംഗത്തേക്ക് പോകുന്നത്. ശരിയാണ്, നമുക്ക് നല്ല 200ഓളം ഉൽപ്പന്നങ്ങൾ നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എത്തുന്നതിനായിട്ട് കുറച്ചുകൂടി അതിനെ ഉറച്ചു കൊടുക്കാൻ കഴിയും ഒരു ഉപഭോക്താവ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സേവനം എത്തുന്ന നടത്തങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിൽ ഒക്കെ ആയിട്ട് നമുക്ക് നമ്മളുടേതായ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അത്രയും കാര്യം ചെയ്യണമെന്ന് കൂടിയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിംഗ് അതിലുള്ള തൊഴിലാളികൾ കേര പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന 2024 മുതൽ വരുന്ന 5 വർഷം നടപ്പിലാക്കാൻ പോകുന്ന ഒരു 2,375 കോടി രൂപയുടെ പദ്ധതിയാണ് കേര പദ്ധതി. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഫാമിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ളതും ഗവൺമെൻറ് ഏറ്റവും ഗൗരവതരമായി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് എനിക്കുള്ളത്. ഒരു മാസ്റ്റർ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ നെല്ലിയാമ്പതിയിലെ ഫാമിൻ്റെ വികസന കാര്യങ്ങൾ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുന്നതിന് പ്രത്യേകമായ പരിഗണന ഗവൺമെൻറ് നൽകുന്നതായിരിക്കും. അതിനനുസരിച്ച് ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തേണ്ടതായിരിക്കും. ആ മാറ്റം വരുത്തേണ്ടത് ബന്ധപ്പെട്ട ആളുകൾ അക്കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഒരു ഗവൺമെൻറ് ഫാം എന്നുള്ള തരത്തിൽ നമ്മളുടെ മാക്സിമം കഴിവുകൾ വിനിയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. പെർഫോമൻസ് ഓഡിറ്റ് എന്ന് വെറുതെ പറഞ്ഞു പോയതല്ല, അത് ഒരു ഫാം സൂപ്രണ്ടിൻ്റെ മനസ്സ് ഉദിക്കുന്ന ഒരു ആശയം എന്നല്ല. അത് ഗവൺമെൻറ് കൃത്യമായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എവിടെയും ആരുടെ കാര്യത്തിനകത്തായാലും ഉണ്ടാകുന്ന ഉത്തരവാദിത്വം നിറവേറ്റണം. എത്രമേൽ ആളുകളുണ്ട്, എൻ്റെ മുമ്പിൽ ഒരു കണക്ക് ഞാൻ പറഞ്ഞേക്കാം, എക്സസ് ആളുകളാണെന്ന് നെല്ലിയാമ്പതി. കെ ബാബു MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി, ഫാം സൂപ്രണ്ട് സാജിദ് അലി, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പ്രദീപ്, ജില്ലാ പഞ്ചായത്ത് അംഗം ആർ ചന്ദ്രൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ഫാം ജീവനക്കാർ, തോട്ടം തൊഴിലാളികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.